ബലിയർപ്പണത്തിനായി അണയുന്നിതാ ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ. നാഥന്റെ കാൽവരിയാഗത്തിൻ ഓർമ്മകൾ അനുസ്മരിക്കാൻ അണയുന്നിതാ. നാഥന്റെ കാൽവരിയാഗത്തിൻ ഓർമ്മകൾ അനുസ്മരിക്കാൻ അണയുന്നിതാ. അണയുന്നിതാ ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ. അണയുന്നിതാ ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളൊന്ന് ചേർന്ന് ഈ രാത്രിയിലെ വിശുദ്ധ ബലി അർപ്പിക്കുകയാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശും ചുമന്നുകൊണ്ട് ഗാഗുൽഥായിലേക്ക് പോകുമ്പോൾ യേശു അവിടെ കൂടിയിരുന്നവരുടെ നേരെ നോക്കി പറഞ്ഞ ഒരു കാര്യമുണ്ട്. വേദന തിങ്ങുന്ന കാലം വരുന്നു, കണ്ണീരണിഞ്ഞ കാലം. വേദന തിങ്ങുന്ന കാലം വരുന്നു, കണ്ണീരണിഞ്ഞ കാലം. മലകളെ ഞങ്ങളെ മൂടുവിൻ വേഗമൻ, ആരവം കേൾക്കുമെങ്ങും. കരൾ നൊന്തു കരയുന്ന നാരീഗണത്തിനു നാഥൻ സമാശ്വാസമേകി. പ്രിയപ്പെട്ടവരെ, അതുപോലത്തെ കണ്ണീരണിഞ്ഞ വേദന തെങ്ങിയ ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഈ രാത്രിയിലെ വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. എത്രയോ പേരുടെ കഥനം വിങ്ങിപ്പൊട്ടുന്നുണ്ട്. എത്രയോ പേരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. എത്രയോ പേര് ഒന്ന് കരയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ അതെല്ലാം കാണുകയാണ്. ആ ഏങ്ങലടികൾ കേൾക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൽ നമ്മളിപ്പോൾ ഒരു മനസ്സിൽ, ഒരു ഹൃദയത്തിൽ, ഒരു ആത്മാവിൽ ഒന്നിച്ചാണ്. ഈശോയെ, അന്ന് ആ വഴിയിൽ കൂടി ഇരുന്ന് അവരെ നീ ആശ്വസിപ്പിച്ചതുപോലെ ഈ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ നിസ്സഹായതകൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ രോഗങ്ങൾ എല്ലാം ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബലിയിലൂടെ വലിയ ആശ്വാസവും സൗഖ്യവും വിടുതലും തരണമേ എന്ന് അല്പസമയം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വിശുദ്ധ ബലി ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. അനുരഞ്ജിതരായി
തേടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേയുടെ മഹനീയമായ തൃത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിന്തുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങൈ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുതിനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിടും. അരജനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചിതറിയൊരിസ്രയേൽ ജനതതിയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയും നോർശ്രീം നഗരിയവൻ കരുണാവാരിധിയവനല്ലോ. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കുന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേഘം നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സ്ഥലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും
ആത്മാക്കളെ രക്ഷിക്കുന്നവനെ ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായ നയിക്കുക. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സുന്ദരനായി വസിക്കുന്ന പരിശുദ്ധനും സുതർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവജനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒരു ആസ്വദിക്കും. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്, നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല. നാം ഓരോരുത്തരും അയൽക്കാരൻ്റെ നന്മയെ ഉദ്ദേശിച്ച് അവൻ്റെ ഉത്കർഷത്തിനായി അവനെ പ്രീതിപ്പെടുത്തണം. എന്തെന്നാൽ ക്രിസ്തുവും തന്നെ തന്നെ പ്രീതിപ്പെടുത്തിയില്ല. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: അങ്ങയെ അധിക്ഷേപിച്ചവരുടെ അധിക്ഷേപങ്ങൾ എൻ്റെ മേൽ പതിച്ചു. മുമ്പ് എഴുതപ്പെട്ടവയെല്ലാം നമ്മുടെ പ്രബോധനത്തിന് വേണ്ടിയാണ്. സ്ഥൈര്യത്താലും വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശ ഉളവാകാൻ വേണ്ടി. സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം പരസ്പര ഐക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ വരദാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവാ ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റവും അനുഗ്രഹപൂരിതനാം കവി തൻ തൂലിക പോൽ എന്നാവിപ്പോ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുരട്ടെ. ആദിമുതൽക്ക് എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. മറ്റൊരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അവിടെ വലതു കൈ ശോഷിച്ച ഒരുവനുണ്ടായിരുന്നു. നിയമജ്ഞരും ഫരീസയരും യേശുവിൽ കുറ്റമാരോപിക്കുവാൻ പഴുതു നോക്കി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ ശോഷിച്ചവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ട്
അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. അവർ രോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ദുരാശകളോടുകൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അജപാലകന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉദ്ധാനത്തെയും അവർണ്ണനീയമായ സ്വർഗഭാഗത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടമോടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ റെമിജിയോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പകർച്ചവ്യാധിയുടെ ആധിപത്യത്തിൽ നിന്നും ലോകത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികളായിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസവും സൗഖ്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണപ്പെടുകയോ രോഗികളാവുകയോ ചെയ്തത് മൂലം വിഷമിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സാമ്പത്തിക തകർച്ചയിൽ നിന്നും രാജ്യങ്ങളെയും സ്ഥാപനങ്ങളെയും കുടുംബങ്ങളെയും സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗി ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ആരോഗ്യവും ശക്തിയും ഐശ്വര്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പകർച്ചവ്യാധിയുടെ കാലത്ത് വിവിധ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന എല്ലാ ഭരണകർത്താക്കളെയും അവരുടെ സഹപ്രവർത്തകരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. താൻ മരിക്കാറായി എന്ന് അറിഞ്ഞപ്പോൾ ഹെസക്കിയ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവെ, ഞാൻ എത്ര വിശ്വസ്തതയോടും ആത്മാർത്ഥതയോടും കൂടിയാണ് അങ്ങയുടെ മുമ്പിൽ പ്രവർത്തിച്ചതെന്ന് ഓർക്കണമേ. പിന്നെ അദ്ദേഹം ദുഃഖത്തോടുകൂടി കരഞ്ഞു. ആ പ്രാർത്ഥനയും കണ്ണുനീരും കണ്ട ദൈവം അദ്ദേഹത്തിൻ്റെ ആയുസ്സ് നീട്ടിക്കൊടുത്തു. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു: കർത്താവേ, നീ എന്നെ ഓർക്കണമേ. ഉൽപ്പത്തി പുസ്തകം 8:1 വായിക്കുന്നുണ്ട്: നോഹയുടെ പെട്ടകം അനേക കാലമായി വെള്ളത്തിലൂടെ ഒഴുകി നടക്കുകയാണ്. അപ്പോൾ ദൈവം പെട്ടകത്തിലെ നോഹയെ ഓർത്തു. ദൈവം വെള്ളം വറ്റിച്ച് അവരെ പുറത്തിറക്കി. ഉൽപ്പത്തി 19:29 സ്വദോം ഗോമോറയിലെ താഴ്വരയിലെ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു. അബ്രാഹത്തെ ഓർത്ത് ദൈവം ആ നഗരങ്ങളെ രക്ഷിച്ചു. ഉൽപ്പത്തി 30:22 മക്കളില്ലാതിരുന്ന റാഹേലിനെ ദൈവം ഓർത്തു. അവളുടെ പ്രാർത്ഥന കേട്ട്
വന്ധ്യത്വം അവസാനിപ്പിച്ച് മക്കളെ നൽകി. നെഹമ്യ 13:14 അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ചെയ്ത നവീകരണ പ്രവൃത്തികൾ ഓർത്തിട്ട് എന്നെ ഓർക്കണമേ. ഇവരെല്ലാം അവരുടെ പ്രാർത്ഥനകൾ, സൽപ്രവൃത്തികൾ, നന്മകളെല്ലാം ഓർത്തിട്ട് കർത്താവെ, ഈ പ്രതിസന്ധിയിൽ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥന കർത്താവ് കേട്ടു, കരുണ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ളവരാണ്, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ളതാണ്. എത്ര ദുഷ്ടനെന്ന് പറഞ്ഞാൽ പോലും ചെയ്തിട്ടുള്ള നന്മകളുണ്ട്, സുഹൃതങ്ങളുണ്ട്, പുണ്യങ്ങളുണ്ട്, പരോപകാര പ്രവൃത്തികളുണ്ട്. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, അതെല്ലാം ഇപ്പോൾ അവിടെ ഒന്ന് ഓർക്കണമേ. ഞാൻ അങ്ങയോട് കണക്ക് പറയുകയല്ല, അത് വെച്ച് തർക്കിക്കാനുമല്ല, അവിടുത്തെ അനുഗ്രഹത്തിന് അവകാശമുണ്ടെന്ന് ബാധിച്ചെടുക്കാനുമല്ല. നീ എന്നോട് കരുണ കാണിക്കാൻ വേണ്ടി ഈ ബൈബിളിൽ കണ്ടുമുട്ടിയ ആളുകളെ പോലെ ഞാൻ അങ്ങയെ ഓർമ്മിപ്പിക്കുകയാണ് വിനയത്തോടെ. കർത്താവെ, ഈ സഹോദരങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നിശബ്ദതയിൽ അവരോട് പലതും ഇപ്പോൾ പറയുന്നുണ്ട്. അവിടുന്ന് കരുണ കാണിക്കേണ്ട കാര്യങ്ങൾ, അവരുടെ രോഗവിവരങ്ങൾ, അവരുടെ ആന്തരിക മുറിവിൻ്റെ കാര്യങ്ങൾ, അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഭാവിയെപ്പറ്റിയുള്ള അവരുടെ ഉത്കണ്ഠകൾ, അവരുടെ കുടുംബ പ്രശ്നങ്ങൾ, അവരുടെ മക്കളില്ലാത്ത അവസ്ഥ, അവരുടെ വൈധവ്യം. കർത്താവെ, അങ്ങനെ ഓരോരുത്തരും ഓരോരോ സ്ഥലത്തിരുന്നു കൊണ്ടിപ്പോൾ പലതും നിന്നോട് പറയുന്നുണ്ട്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഇവരോരോരുത്തരും ചെയ്ത നന്മകളെ ഓർത്ത്, സുഹൃത്തുക്കളെ ഓർത്ത്, പരോപകാരങ്ങളെ ഓർത്ത്, ത്യാഗപ്രവൃത്തികളെ ഓർത്ത് നീ അവരോരോരുത്തരോടും ഇപ്പോൾ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണുനീരുടെ കാരണങ്ങളെ മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിലേക്കുള്ള വഴിയിൽ ആ പാപം മനുഷ്യരെ ആശ്വസിപ്പിച്ചതുപോലെ വലിയ ആശ്വാസവും സൗഖ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ പരിപോഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കരുണാതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജനമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കരുണാനിധിയായ ദൈവമേ, സാർവത്രികവും ശ്ലൈകവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ ഫലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യമായ സകല വിപത്തുകളിൽ അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേ നിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടയുക. അഖിലരും ഒന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ.
ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. മിശിഹ കർത്താവിൻ തിരുമൈ നിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക അഖിലരും ഒന്നായി സന്നിധിയിൽ വാനവനിരയോട് ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമരത്തിന്റെ നിരുമനായ മാർയോസേഫിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരച്ച നിരുമന്മാരുടെയും പാഠം ചൂടാത്ത സാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നദ്ധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സിലുവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാവധീസായും ശരീരത്തിന്റെ വീർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കിസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധൻ്റെ ശരീരരത്നങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യത്തിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ.
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കർത്താവിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹത്തിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമമെല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. യതോടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും കരിമ്പോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായി അങ്ങയ്ക്ക് ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന. ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മയാതനും അങ്ങയുടെ സദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ എവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് യാതനായി നിയമത്തിനതിനായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ.
അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ വലിയൊരു കഴുകലും അഭിഷേകവും നമുക്ക് കിട്ടുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിയ തിരുരക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കഴുകലിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള രോഗപീഠകൾ, നമ്മുടെ മനസ്സിൻ്റെ മുറിവുകൾ, നമ്മുടെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ, ബന്ധനങ്ങൾ, പൈശാചിക ആധിപത്യങ്ങളെല്ലാം വിട്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഈ രക്തം ചിന്തിക്കൊണ്ടാണ് അവൻ സർവത്തിൻ്റെ മേൽ അധികാരവും ആധിപത്യവും നേടിയത്. ഈ കാസയിലുള്ള തിരുരക്തത്തിൽ നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കാം, മനസ്സ് പതിപ്പിക്കാം, പ്രാർത്ഥന പതിപ്പിക്കാം. ഈശോയെ, ആ തിരുരക്തം എന്നിൽ ഒഴുക്കണമേ, എന്നെ കഴുകണമേ എന്ന് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ, അഭിഷേകം എന്നിൽ നിറയട്ടെ. നമ്മുടെ മുറിവേറ്റ ശരീരത്തെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ രോഗപീഠകളും അസ്വസ്ഥതകളും തളർച്ചയും ക്ഷീണവും എല്ലാം എടുത്ത് മാറ്റണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആ ഇരടികൾ നമ്മളെല്ലാവരും പാടുന്നു. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ, ഹല്ലേലൂയ. അഭിഷേകം എന്നിൽ ഈശോയെ, നിറയട്ടെ. നമ്മുടെ മനസ്സിൻ്റെ എല്ലാ മുറിവുകളെയും സമർപ്പിക്കാം. സങ്കടങ്ങളെ, ഭയത്തെ, ആകുലതകളെ, നിസ്സഹായ ചിന്തകളെ, കുറ്റബോധത്തെ, അപകർഷബോധത്തെ എല്ലാം സമർപ്പിക്കാം. ഈശോയെ, ആ തിരുരക്തത്താൽ എൻ്റെ മനസ്സിനെ കഴുകണമേ, എൻ്റെ ഓർമ്മകളെ കഴുകണമേ, എൻ്റെ മുറിവുകളെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ, ഈശോയെ, അഭിഷേകം എന്നിൽ നിറയട്ടെ. ഒരിക്കൽ കൂടി നമ്മൾ ഏറ്റുചൊല്ലി പാടുന്നു. തിരുരക്തം ഹല്ലേലൂയ, എന്നിൽ ഒഴുകട്ടെ, ഹല്ലേലൂയ. ഈശോയെ, നന്ദി. അഭിഷേകം യേശുവേ, എന്നിൽ നന്ദി. നിറയട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങളെ, ഭവനത്തെ, വസ്തുവകളെല്ലാം സമർപ്പിക്കാം. അവിടെയുള്ള ദുശീലങ്ങൾ, പാപബന്ധനങ്ങൾ, പൈശാചിക ആധിപത്യങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, കടബാധ്യതകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഈശോയുടെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ നീങ്ങിപ്പോകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുരക്തം അവിടെ ഒഴുക്കണമേ. തിരുരക്തം അവരിൽ ഒഴുകട്ടെ, ഈശോയെ, അഭിഷേകം അവരിൽ നിറയട്ടെ. ഒരിക്കൽ കൂടി പാടാം. തിരുരക്തം ഹല്ലേലൂയ, അവരിൽ ഒഴുകട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകം അവരിൽ ഹല്ലേലൂയ. നിറയട്ടെ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനരുമായ ദാസരും നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമത്ര ബല അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപതിശുവായി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ
നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മൗത്തമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മേലധ്യക്ഷനും പിതാവുമായ റിമേജസ് മെത്രാന് വേണ്ടിയും മറ്റെല്ലാ സഭാപിതാക്കന്മാർക്ക് വേണ്ടിയും മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് അടുത്ത കാലങ്ങളിൽ പകർച്ചവ്യാധി മൂലം മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ആത്മാക്കൾക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധൻ്റെ ശരീരരത്നങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ അമരത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപനസ്മരണയുടെ പ്രണനവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി മിശിഹായെ അങ്ങ് അയച്ചുവെന്നും പ്രവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ ഇടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവിലെയവരും ബലഹീനരും ക്ലേശിതരമായ ഏതാശരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന് രക്ഷണമായ ഈശ്വരസിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാവങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷത്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരണത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു.
ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുതർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജപദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ, തിരുസന്നിധിയെങ്കിൽ പാപികളേവരെയും മാടി വിളിച്ചവനാ, അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാ, കരുണാമയനാം കർത്താവേ, നിൻ സവിധേ വന്ദനവരദം, നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. കർത്താവേ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ്, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായി അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടൊന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഈ പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേശത്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതോടെ നാൾ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നിന്റെ തിരുശരീര രക്തങ്ങളാൽ ജീവിക്കുന്നവർ സ്വർഗത്തിലെ മാലാഖമാരോടൊന്നിച്ച് ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മിലെവരിലും സമ്പൂർണമാകപ്പെടട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിനെ ആരാധിക്കുന്ന സഹോദരരെ വരുവിൻ, അവിടുത്തെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരുശരീര രക്തങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് സ്വീകരിക്കാൻ പറ്റുകയില്ലല്ലോ. നമുക്കത് ആഗ്രഹിക്കുകയും ആത്മീയമായി ഈശോയെ സ്വീകരിക്കുകയും ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് സജ്ജമാക്കാം. കർത്താവിനിലേക്ക് എഴുന്നള്ളി വന്ന് വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം ഇപ്പോൾ നടത്താം. ഓ എൻ്റെ ഈശോയെ, ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമാപന ആശീർവാദത്തിന് മുമ്പ് അല്പസമയം കർത്താവിനോട് പ്രത്യേകമായിട്ട് ഹീലിങ്ങിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് സ്വസ്ഥമായിട്ട് നിലത്തോ ഇരിപ്പിടങ്ങളിലോ ഇരിക്കാം, അല്ലെങ്കിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാം. അതുമല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾക്ക് ഏറ്റവും പ്രാർത്ഥിക്കാൻ പറ്റിയ സാഹചര്യം ഏതാണ്, അതുപോലെ നിങ്ങളിപ്പോൾ ചെയ്യുക. ഏത് അവസ്ഥയിലാണ് നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്നതെങ്കിലും എല്ലാവരും ഇരുന്ന് ഒന്ന് സ്വസ്ഥമായിട്ട് കണ്ണുകളൊക്കെ ഒന്ന് അടച്ചു വെക്കാമോ? ഈശോയിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ നമുക്ക് കേന്ദ്രീകരിക്കാം. ശതാധിപൻ ഈശോയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ വചനം അയച്ച് ദൂരെയായിരുന്ന ഭക്തനെ സുഖപ്പെടുത്തത് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലത്തെ പല സംഭവങ്ങളുമുണ്ടല്ലോ. കർത്താവിന് ദൂരം പ്രശ്നമല്ല, എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് ദൂരവും സ്ഥലവും എല്ലാം മറന്നിട്ട് കർത്താവിൻ്റെ സജീവമായ
സാന്നിധ്യത്തിന് മുമ്പിൽ നമുക്കായിരിക്കാം. അഥവാ ഞാനായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്കത് ഹൃദയം കൊണ്ടും അധരം കൊണ്ടും ഏറ്റു പറയാം. ഈശോയെ, നിൻ്റെ മഹനീയമായ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയുന്നു. എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും എൻ്റെ ദൈവവുമായി ഞാൻ അങ്ങയെ ഏറ്റു പറയുന്നു. അങ്ങല്ലാതെ എനിക്ക് മറ്റൊരു ദൈവമില്ല. അങ്ങയെപ്പോലെ ശക്തനും പ്രാർത്ഥന കേൾക്കുന്നവനും രക്ഷിക്കുന്നവനുമായ ഒരു ദൈവം എനിക്കുള്ളതിൽ ഞാൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇതുവരെയുള്ള ജീവിതത്തിൽ അവിടുന്ന് എനിക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. വിചാരിക്കാത്ത സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ലോകത്തെയും രാജ്യത്തെയും നാടിനെയും കുടുംബത്തെയും എന്നെയും എല്ലാം ബാധിച്ചിരിക്കുന്നു. കർത്താവേ, ഞാൻ വലുതെന്ന് കണ്ട പലതും ഇത് വലുതല്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എനിക്ക് രക്ഷ നൽകുമെന്ന് ഞാൻ കണ്ടത് പലതും എന്നെ രക്ഷിക്കില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവസാനത്തെ വിശകലനത്തിൽ നീ മാത്രമേ ഉള്ളൂ, നിനക്ക് മാത്രമേ സഹായിക്കാൻ കഴിയൂ എന്ന് ഞാൻ വിശ്വസിച്ചേറ്റു പറയുന്നു. രക്ഷിക്കാനാവാത്ത വിധം നിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ലല്ലോ ദൈവമേ. പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ മാത്രം നിന്റെ കാതുകൾ കേൾവിശുദ്ധി നഷ്ടപ്പെട്ടില്ലല്ലോ ദൈവമേ. കർത്താവേ, ഓരോ സഹോദരങ്ങൾ ഓരോരോ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നിശബ്ദമായിട്ടെങ്കിലും നടത്തുന്ന പ്രാർത്ഥന ഇവ നിന്റെ കാതുകളിൽ എത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഹോദരങ്ങൾ ഓരോരുത്തരുടെയും ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിനെയും അവിടുത്തെ സൗഖ്യത്തിനായി സ്പർശനത്തിനായി ഞാനിപ്പോൾ സമർപ്പിക്കുന്നു. അവിടുന്ന് വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സമർപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അവരുടെ സാമ്പത്തിക മേഖലകളെ സമർപ്പിക്കുന്നു. അവിടുന്ന് നീക്കിക്കളയുന്നതിന് വേണ്ടി അവരുടെ കുടുംബ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഇടപെടുന്നതിന് വേണ്ടി അവരുടെ നിസ്സഹായതകളെ, ബലഹീനതകളെ, ബന്ധനങ്ങളെ സമർപ്പിക്കുന്നു. ഓ ദൈവമേ, നിന്റെ ശക്തി പ്രകടമാക്കണമേ, നിന്റെ സ്നേഹം പ്രകടമാക്കണമേ, നിന്റെ സൗഖ്യം കൊണ്ട് ഓരോ മക്കളെയും ഓരോ കുടുംബങ്ങളെയും ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ ശരീരത്തിൻ്റെ രോഗത്തെക്കാളും ഈ പ്രിയപ്പെട്ടവരെ ഇന്ന് അലട്ടുന്നത് മനസ്സിൻ്റെ ഭാരങ്ങളാണ്. നാനാതരത്തിലുള്ള വിഷമങ്ങൾ, രോഗത്തോടുള്ള ഭയം, മരണഭയം, ബിസിനസ് നശിക്കുമോ എന്ന ഭയം, തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന പേടി, പഠനം മുടങ്ങുമെന്ന പേടി, വിദേശ ജോലി, വിദേശ പഠനം എന്നിവ നഷ്ടപ്പെടുവതാ മുടങ്ങുമെന്ന ഭയം, പലതരത്തിലുള്ള നിരാശകൾ, കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചതിൻ്റെ നിരാശ, രോഗം വന്നതിൻ്റെ നിരാശ, സാമ്പത്തിക മേഖലയിലെ പരാജയത്തിൻ്റെ നിരാശ, ജോലി നഷ്ടപ്പെട്ടതിൻ്റെ നിരാശ, കടബാധ്യത ഉണ്ടായതിൻ്റെ നിരാശ. കർത്താവേ, ഒത്തിരി പേര് വലിയ സങ്കടത്തിലാണ്. എല്ലാം കൈവിട്ടു പോയതിൻ്റെ സങ്കടം, എല്ലാ പദ്ധതികളും തളം തെറ്റിയതിൻ്റെ സങ്കടം,
ഓ ദൈവമേ, ഒത്തിരി പേര് ഉത്കണ്ഠയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും? ഒത്തിരി പേരെ അലട്ടുന്ന വേദനയാണിത്. എങ്ങനെ കടം വീട്ടും, എങ്ങനെ വിവാഹം നടത്തും, എങ്ങനെ പഠനം തുടരും, വീട് പണി എങ്ങനെ പൂർത്തിയാക്കും, എങ്ങനെ കുടുംബച്ചെലവ് നടത്തും? കർത്താവ് ഒത്തിരി ഒത്തിരി ഉത്കണ്ഠകൾ. കർത്താവ് ഒത്തിരി പേര് ഒത്തിരി ഇറിറ്റേറ്റഡാണ്, മനസ്സ് അസ്വസ്ഥരാണ്, ദേഷ്യമുണ്ട്, അരിശമുണ്ട്, കോപമുണ്ട്. അത് കാര്യങ്ങളിങ്ങനെ കൈവിട്ടു പോയത് മനസ്സിലേൽപ്പിച്ച മുറിവുകൾ കാരണം സംഭവിച്ചതാണ്. അതിനു പുറമെ കുടുംബത്തിലെ അസ്വസ്ഥതകളുണ്ട്, ജീവിത പങ്കാളി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, മക്കളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ലഹരി കിട്ടാത്തവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, മറ്റുള്ളവരുടെ പിടിവാശി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതുമൊക്കെ ഞങ്ങളെ അലട്ടുന്നു. ഇതിനു പുറമെയാണ് ഞങ്ങളുടെ രോഗങ്ങൾ. ഓ ദൈവമേ, ഈ നിസ്സഹായതകളെ, ഈ ബന്ധനങ്ങളെ, ഈ ബലഹീനതകളെ ഞാനിപ്പോൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇവരെല്ലാവരുടെയും ഭയത്തെ, നിരാശയെ, സങ്കടത്തെ, ഉത്കണ്ഠയെ, ഇറിറ്റേഷനെ, കുടുംബത്തിലെ അസ്വസ്ഥതകളെ, രോഗങ്ങളെ എല്ലാം ഞാൻ ഏറ്റെടുത്ത് ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം അവരെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ഓ കർത്താവേ, അവരുടെ മേൽ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ പക്കൽ സൗഖ്യമുണ്ട്, നിന്റെ പക്കൽ വിടുതലുണ്ട്, നിന്റെ പക്കൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇവിടെ കർത്താവ് ഇവരുടെ ശരീരങ്ങളെ നീ ഏറ്റെടുക്കണമേ, ഇവരുടെ മനസ്സുകളെ നീ ഏറ്റെടുക്കണമേ, ഇവരുടെ കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണമേ, കുടുംബാംഗങ്ങളെ നീ ഏറ്റെടുക്കണമേ. രക്ഷ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, രോഗശാന്തികൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ദുശീലങ്ങളിൽ തർക്കദോഷങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, പൈശാചിക ആധിപത്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ രക്ഷിക്കുന്ന ദൈവമാണെന്ന്, നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് കർത്താവ് അനുഭവത്തിലൂടെ ഈ രാത്രിയിൽ ഈ പ്രിയപ്പെട്ടവരെ നീ ബോധ്യപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ നിങ്ങൾക്കൊന്ന് തുറന്നു പിടിക്കാമോ? എവിടെയായിരിക്കുന്നു അവിടെയായിരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് കരങ്ങളൊന്ന് തുറന്നു പിടിക്കാമോ? ഈശോയോടൊന്ന് പറയുമോ, കർത്താവ് ഇതാ ഞാൻ, കർത്താവ് ഇതാണ് എൻ്റെ അവസ്ഥ, കർത്താവ് ഇതാ ഞാൻ കടന്നു പോകുന്ന വഴികൾ, കർത്താവ് ഇതാ എൻ്റെ ബന്ധനങ്ങൾ, കർത്താവ് ഇതെൻ്റെ നിസ്സഹായതകൾ, ഇതാണ് എൻ്റെ രോഗങ്ങൾ, ഇതാണ് എൻ്റെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ, ഇതാണ് എൻ്റെ സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധികൾ. ഓ ദൈവമേ, രക്ഷിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ദൈവമേ, നിനക്കെല്ലാം സാധിക്കുമെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഒരുപക്ഷെ പണ്ട് ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിച്ചു, എൻ്റെ സമ്പത്തിൽ ആശ്രയിച്ചു, എൻ്റെ വിദ്യാഭ്യാസത്തിൽ ആശ്രയിച്ചു, എൻ്റെ സ്വാധീന ശക്തിയിൽ ആശ്രയിച്ചു. കർത്താവേ, അതെല്ലാം തെറ്റിപ്പോയെന്ന്, മണ്ടത്തരമായെന്ന്, അഹങ്കാരമായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിന്നെ തിരിച്ചറിയുന്നതിൽ, നിന്റെ മുമ്പിൽ തലകുനിക്കുന്നതിൽ, നിന്റെ പക്കൽ കരങ്ങൾ ഉയർത്തുന്നതിൽ, നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ കുറേയൊക്കെ പരാജയങ്ങൾ വന്നിട്ടുണ്ടെന്ന് കർത്താവെ ഞാൻ ഏറ്റുപറയുന്നു. അനുതാപത്തോടെ ഞാൻ ഏറ്റുപറയുന്നു. ഓ ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ, നിന്റെ സൗഖ്യം എനിക്ക് തരണമേ, നിന്റെ നാമത്തിൽ എനിക്ക് വിടുതൽ തരണമേ. എല്ലാ ആന്തരിക മുറിവുകളിൽ നിന്ന്, എല്ലാ രോഗങ്ങളിൽ നിന്ന്, എല്ലാ സാമ്പത്തിക തകർച്ചകളിൽ നിന്ന്, എല്ലാ ദുഷ്ടാരയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് മോചനം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഇവിടെ ഏതാനും മീരടികൾ പാടും.
ഒരുപക്ഷെ നിങ്ങൾക്ക് കേട്ട് പരിചയമില്ലാത്ത ഇരടികളായിരിക്കും അത്. നിങ്ങൾക്കൊരു പക്ഷേ പെട്ടെന്നത് മനസ്സിൽ പിടിച്ചെടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ സാരമില്ല, ഞങ്ങളത് കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, അഥവാ കരങ്ങൾ വിരിച്ച് പിടിച്ചുകൊണ്ട്, കർത്താവേ, നിന്റെ നാമത്തിൽ എനിക്ക് സൗഖ്യം തരണമേ, എനിക്ക് വിടുതൽ തരണമേ. നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സൗഖ്യം, സൗഖ്യം, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം. നമുക്ക് ഏറ്റുചൊല്ലി ഈ ഗായകത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സൗഖ്യം, 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 യേശുവിൻ നാമത്തിൽ സൗഖ്യം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് സൗഖ്യം, സൗഖ്യം, യേശുവിൻ നാമത്തിൽ സൗഖ്യം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, കർത്താവേ, നിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, ആ സൗഖ്യം എൻ്റെ ശരീരത്തിലും മനസ്സിലും തരണമേ എന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഏറ്റുചൊല്ലി പാടാം. സൗഖ്യം, 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 കർത്താവേ, യേശുവിൻ നാമത്തിൽ സൗഖ്യം. യേശുവേ, ഒരിക്കൽ കൂടി സൗഖ്യം, 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 യേശുവിൻ നാമത്തിൽ സൗഖ്യം. യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടെന്ന് നമുക്ക് ഏറ്റു പറയാം. വിടുതൽ, 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 യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതൽ. ഓ കർത്താവേ, നിന്റെ നാമത്തിൽ വിടുതലുടെ എല്ലാ തിന്മയിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ പൈശാചിക ആധിപത്യത്തിൽ നിന്നും ഒരിക്കൽ കൂടി വിടുതൽ, വിടുതൽ, യേശുവിൻ നാമത്തിൽ വിടുതൽ, 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 യേശുവിൻ നാമത്തിൽ വിടുതൽ. വിടുതൽ, 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 രോഗങ്ങൾക്കെല്ലാം വിടുതൽ, രോഗങ്ങൾക്കെല്ലാം വിടുതൽ. ഒരിക്കൽ കൂടി വിടുതൽ, രോഗങ്ങൾക്കെല്ലാം വിടുതൽ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗങ്ങൾക്കെല്ലാം വിടുതൽ. ഒരിക്കൽ കൂടി വിടുതൽ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗങ്ങൾക്കെല്ലാം വിടുതൽ. സൗഖ്യം, 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 നാമത്തിൽ സൗഖ്യം. സൗഖ്യം, സൗഖ്യം, യേശുവിൻ നാമത്തിൽ സൗഖ്യം. വിടുതൽ, വിടുതൽ, മുറിവുകൾക്കെല്ലാം വിടുതൽ, 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 മനസ്സിന്റെ എല്ലാ മുറിവുകളെയും സമർപ്പിച്ചുകൊണ്ട്, മുറിവുകൾക്കെല്ലാം ഭയത്തെ സമർപ്പിച്ച്, നിരാശയെ സമർപ്പിച്ച്, സങ്കടത്തെ സമർപ്പിച്ച്, ഉത്കണ്ഠയെ സമർപ്പിച്ച്, എല്ലാ ഇറിറ്റേഷനെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിടുതൽ, മുറിവുകൾക്ക് വിടുതൽ, വിടുതൽ, പ്രിയപ്പെട്ടവരെ, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? അവിടെ തന്നെ ഇരുന്ന് കൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവേ, നിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, നിന്റെ നാമത്തിൽ വിടുതലുണ്ട്. ഒന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോയെ സ്തുതിക്കാമോ? ഈശോയെ, എൻ്റെ ശരീരത്തിൽ സൗഖ്യമുണ്ടാകട്ടെ, എൻ്റെ ആത്മാവിൽ സൗഖ്യമുണ്ടാകട്ടെ, എൻ്റെ രോഗങ്ങൾക്ക് വിടുതലുണ്ടാകട്ടെ, എൻ്റെ മുറിവുകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ, എൻ്റെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ, പൈശാചിക ആധിപത്യങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കാമോ? ഓ കർത്താവേ, ഇപ്പോൾ നിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി, ഹൃദയമുയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. നിന്റെ നാമത്തിലാണല്ലോ അവർ പ്രാർത്ഥിക്കുന്നത്, നിന്നെയാണല്ലോ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. മറ്റൊരു ദൈവത്തിന്റെ മുമ്പിൽ അല്ലല്ലോ അവർ കരമുയർത്തുന്നത്, മറ്റൊരു ദൈവത്തിന്റെ മുമ്പിൽ അവർ കരമുയർത്തുന്നില്ലല്ലോ. നിന്റെ പക്കൽ രക്ഷയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ അവർ പ്രാർത്ഥിക്കുന്നത്. കർത്താവ്, നിന്നെ ആശ്രയിക്കുന്നവരെ ലജ്ജിതരാകാൻ അനുവദിക്കാത്ത ദൈവമാണല്ലോ നീ, അവരോട് കരുണ കാണിക്കുന്ന ദൈവമാണല്ലോ നീ. കർത്താവ്, ഈ രാത്രിയിൽ
കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുറിവുകൾ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലേക്ക് നിന്റെ രക്ഷ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ആധിപത്യങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും രക്ഷിച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. ഒന്ന് ചെറുതായ സ്വരത്തിൽ സ്തുതിക്കാമോ? ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. കർത്താവേ, ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതോർത്ത്, ഞങ്ങളെ സുഖപ്പെടുത്തുന്നതോർത്ത്, ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നതോർത്ത്, മുറിവുകൾ ഏറ്റെടുക്കുന്നതോർത്ത്, ഞങ്ങളുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കുന്നതോർത്ത്, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെ ഏറ്റെടുക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട്, അഥവാ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിശബ്ദതയിലിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ആ ഈരടികൾ ഒന്ന് പാടും. നിങ്ങളത് നിശബ്ദതയിൽ ഒന്ന് കേട്ടാൽ മതി, നിശബ്ദതയിൽ കേട്ടാൽ മതി. ദൈവത്തിൻ്റെ വലിയ ശക്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, ആത്മാവിലേക്ക്, മനസ്സിലേക്ക്, ശരീരത്തിലേക്ക്, കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് ശാന്തതയിൽ, അതെ ശാന്തതയിൽ ആ ഈരടികൾ ഒതുക്കലത്തോട് നിങ്ങൾ കേട്ട് പ്രാർത്ഥിക്കുക. സൗഖ്യം, 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 യേശുവിൻ നാമത്തിൽ സൗഖ്യം. യേശുവേ, സൗഖ്യം, 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 യേശുവേ, യേശുവിൻ നാമത്തിൽ സൗഖ്യം. യേശുവേ, യേശുവേ, യേശുവേ. അല്പസമയം പരിപൂർണ നിശബ്ദതയിൽ അനുകരിക്കാം. ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, ഈശോ തരുന്ന സൗഖ്യം ഏറ്റുവാങ്ങിക്കൊണ്ട്, ഈശോ തരുന്ന രക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇരിക്കാം. മനസ്സിൻ്റെ ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടുന്നു, ഉത്കണ്ഠകൾ ലഘൂകരിക്കപ്പെടുന്നു, ഇറിറ്റേഷൻ നീങ്ങിപ്പോകുന്നു. വലിയൊരു ശാന്തത, ഒരു പ്രത്യാശ എല്ലാ മനസ്സുകളിലേക്കും കടന്നു വരുന്നു. കർത്താവ് തലയിൽ കരം വെച്ച് ആശീർവദിക്കുന്നതായിട്ട് കണ്ട് നന്ദി പറയുന്നു. ശരീര രോഗങ്ങൾക്ക് കർത്താവ് സൗഖ്യം തരുന്നതായിട്ട് കണ്ടുകൊണ്ട് നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോ ആരാധന. കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശു ആരാധന. നീ നൽകുന്ന രക്ഷയെ പ്രതി ഞങ്ങളെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, 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 യേശുവേ നന്ദി. സമാപന ആശീർവാദത്തിന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവന്റെ മൈതാനത്തെക്കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയമായ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായ നയിക്കും. ആമേൻ. കർത്താവാം മിശിഹാ വഴിയായി
ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവൊടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലും നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കവരണമേ നിന്നിലയാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപബോധത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമല്ലോ എന്നറിഞ്ഞുകൂടാ.